ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും റോസ്പെറ്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നോർത്തേൺ ഐലൻഡിലെ ജൈന്റ് കോസ്വേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. ലോകത്തിലെ തന്നെ 8ാമത്തെ അത്ഭുതം എന്നൊക്കെയാണ് ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഒരുപാട് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കൽ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ കഥകളുണ്ട്. ഇതിനെപ്പറ്റി ഒരു കഥകളുണ്ട്, ഇതെങ്ങനെ രൂപാന്തരപ്പെട്ടെന്നുള്ളൊരു കഥകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. വളരെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അയർലൻഡിലുള്ളവരാണേലും UK ഇവിടെ വരാതെ പോകരുത് നിങ്ങൾ. അത്രയ്ക്കും നല്ല സ്ഥലമാണ്. അപ്പോൾ ഇപ്പം സമ്മറൊക്കെ ആണെങ്കിലും മഴയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതുപോലെ തന്നെ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ കോസ്വേ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് ഈ കോസ്വേ കാണാനുള്ള സൗകര്യമുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ വാഹനം പുറത്ത് പ്രൈവറ്റ് പാർക്കിംഗ് സൗകര്യങ്ങൾ പുറത്തുണ്ട്. അവിടെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കോസ്വേയുടെ ഈ കാണുന്ന കവാടത്തിലൂടെ നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കോസ്വേ നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ഇനി അതല്ല, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുവാണ്, ഈ നാഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു UKയുടെ കീഴിലുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം നടത്തുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു വിസിറ്റർ സെൻറ്റർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വിസിറ്റർ സെൻറ്റർ. അപ്പോൾ ഇതിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ സൈഡിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കോസ്വേയുടെ ചരിത്ര സംബന്ധമായിട്ടുള്ള മ്യൂസിയം, ലൈബ്രറി എല്ലാം ഇവിടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഷോപ്പുണ്ട്, കഫറ്റേരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ചരിത്രം കോസ്വേയുടെ ചരിത്രം പറയുന്ന വീഡിയോ എല്ലാം ഇവരൊരു ബിഗ് സ്ക്രീനിൽ ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഈ വിസിറ്റർ സെൻറ്ററിൽ നമുക്കായിട്ട് വലിയൊരു ബിഗ് സ്ക്രീനിൽ അവരൊരു വീഡിയോ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ജയൻസ് കോസ്വേയുടെ ഹിസ്റ്ററി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ജയൻസ് കോസ്വേ ഇവിടെ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കോസ്വേ ചരിത്രത്തിന് 2 വശങ്ങളാണുള്ളത്. ഒന്ന് സയൻറ്റിഫിക്കൽ ഹിസ്റ്ററിയും മറ്റൊന്ന് പുരാണ കഥയുമാണ്. ഒരു വളരെ രസകരമായ ഒരു കഥയുമാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് സയൻറ്റിഫിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 50-60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, ഇതിന് മൂലം ഉണ്ടായ ലാവകൾ ഒഴുകി വന്ന് അതുപോലെ തന്നെ ഈ പ്രത്യേകമായ ഒരു താപനിലയിൽ, അതായത് മഴയും കാറ്റും മഞ്ഞും മൂലമുണ്ടായ പ്രത്യേകതരമായ ഒരു താപനിലയിൽ ആണ് ഈ ഒരു സ്റ്റോൺസ് ഇവിടെ രൂപാന്തരപ്പെട്ടു, അല്ലെങ്കിൽ കോസ്വേ ഇവിടെ രൂപാന്തരപ്പെട്ടു എന്നാണ് സയൻറ്റിഫിക്കൽ ഹിസ്റ്ററി പറയുന്നത്. നമുക്കറിയില്ല ഏതാണ് സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കഥയാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രസകരമായ ഒരു കഥയായിരിക്കും ഇത്. അപ്പം ഈ കഥ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എങ്ങനെയാണ് ഈ ജയൻസ് കോസ്വേ ഉണ്ടായത് എന്നുള്ളതിൻ്റെ ചരിത്രങ്ങൾ രണ്ട് വശങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും. പണ്ട് കാലത്ത് അയർലൻഡിലും അതുപോലെ തന്നെ അയർലൻഡിൻ്റെ അയൽരാജ്യമായ സ്കോട്ട്ലൻഡിലും 2 രാക്ഷസന്മാർ ജീവിച്ചിരുന്നു. അയർലൻഡിലെ രാക്ഷസന്റെ പേര് ഫിൻ മക്കൂൾ എന്നും
അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിലെ രാക്ഷസന്റെ പേര് ബെനഡോണർ എന്നുമായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ വലിയ ശത്രുക്കളായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു യുദ്ധത്തിനായിട്ട്. അപ്പൊ ഇവരെ ബന്ധിപ്പിച്ചിരുന്ന ഒരു കടലാണ്. അപ്പൊ ഈ കടലിൽ കൂടെ കടന്നു വേണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാനായിട്ട് പോകാൻ. എന്തായാലും ഈ ബെനഡോണറിന്റെ സ്കോട്ട്ലൻഡിലെ രാക്ഷസന്റെ വെല്ലുവിളികൾ സ്വീകരിച്ച് അയർലൻഡിലെ ഫിൻ മക്കൂള് സ്കോട്ട്ലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കല്ലുകളൊക്കെ എറിഞ്ഞ് അദ്ദേഹം ഒരു കോസ്വേ ഉണ്ടാക്കി. ഈ കോസ്വേയിലൂടെ സഞ്ചരിച്ച് പുള്ളി ഒരു ദിവസം സ്കോട്ട്ലൻഡിലേക്ക് പോയി. സ്കോട്ട്ലൻഡിൽ ഈ ബെനഡോണറിനെ കാണാനായിട്ട് ചെന്നു. ബെനഡോണറിനെ കാണാനായിട്ട് ചെന്ന ഫിൻ മക്കൂള് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. മറ്റൊന്നുമല്ല, ഈ ഫിൻ മക്കൂളിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു രാക്ഷസനായിരുന്നു ഈ ബെനഡോണർ എന്ന് പറയുന്ന രാക്ഷസൻ. അങ്ങനെ ഫിൻ മക്കൂള് പേടിച്ച് ഈ ബെനഡോണറിനെ കണ്ട് പേടിച്ച് തിരിച്ച് ഓടി ഈ കോസ്വയിലൂടെ തിരിച്ച് പുള്ളിയുടെ വീട്ടിൽ വന്ന് കയറി. വരുന്ന വഴിക്ക് പുള്ളിയുടെ ഷൂസൊക്കെ ഊരിപ്പോയി. അങ്ങനെ പുള്ളി വീട്ടിൽ വന്ന് വാതിലടച്ചു. ബെനഡോണർ പുള്ളിയെ പിന്തുടർന്ന് വരുമെന്ന് പുള്ളിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഫിൻ മക്കൂളിന്റെ ഭാര്യ വളരെ കൂളായിരുന്നു. പുള്ളിക്കാരി ഈ ഫിൻ മക്കൂളിനെ ഒളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനായിട്ട് ചെയ്തത് പുള്ളിക്കാരി ഒരു കുഞ്ഞിന്റെ വേഷമൊക്കെ ധരിപ്പിച്ച് ഈ ഫിൻ മക്കൂളിനെ ഒരു വലിയൊരു തൊട്ടിലിലും കിടത്തി. അങ്ങനെ ബെനഡോണർ വന്ന് വാതിൽ മുട്ടിയപ്പോൾ ഈ ഫിൻ മക്കൂളിന്റെ ഭാര്യ അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി വിരുന്നൊക്കെ കൊടുത്തു. പുള്ളി അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തു മുറിയുന്ന ഒരു സൗണ്ട് കേട്ട് ബെനഡോണർ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ തൊട്ടിലൊരു കൊച്ചു കിടക്കുന്നു. അപ്പം ഫിൻ മക്കൂളിന്റെ ഭാര്യ പറഞ്ഞു അതെന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പൊ ബെനഡോണർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം ഒരു കുഞ്ഞിന് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഈ ഫിൻ മക്കൂളിന് എന്തോരം വലിപ്പം ഉണ്ടാവുമെന്ന് പേടിച്ച് പുള്ളി തിരിച്ച് ഈ പറഞ്ഞ കോസ്വയിൽ കൂടെ പുള്ളി തിരിച്ചോടി സ്കോട്ട്ലൻഡിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ കോസ്വേ ഒക്കെ പകുതിയും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അപ്പം അതാണ് ഇതിന്റെ വേറൊരു ചരിത്രം. ഇതാണ് ആ രസകരമായ കഥ. അപ്പോൾ സയന്റിഫിക്കൽ ഹിസ്റ്ററിയും ഈ കഥയും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി ജയന്റ് കോസ്വേ കാണാനായിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ചരിത്രമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ജയന്റ്സ് കോസ്വേ കാണാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് പോകുന്ന വഴി നമുക്ക് ഇവിടുന്ന് ഓഡിയോ ഗൈഡ്, അതുപോലെ തന്നെ ബുക്ക് ഗൈഡ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ പുറത്തിറങ്ങിയാൽ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. ഈ ബസ് നമുക്ക് യൂസ് ചെയ്യാം. 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ജയന്റ്സ് കോസ്വേ കാണാനായിട്ട്. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞങ്ങൾ ബസ് സർവീസ് എടുത്തു. 2 പൗണ്ടാണ് അഡൽട്ടിന് ചാർജ് ചെയ്യുന്നത്. 2 പൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ജയന്റ്സ് കോസ്വേ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇത് കണ്ടല്ലോ, ഈ കാണുന്ന കല്ലുകളാണ് ഇവിടുത്തെ പ്രത്യേകത. പല ഷേപ്പുകളിൽ 4, 5, 6, 7 സൈഡുകളുള്ള പല ഷേപ്പിൽ, ക്യൂബിക്കൽ ഷേപ്പ്, അതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കല്ലുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കല്ലുകളാണ് നമ്മുടെ രാക്ഷസൻ കടലിലേക്ക് എറിഞ്ഞ് കോസ്വേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് പാലം. ഈ പാലമാണ് ഇതിങ്ങനെ ഈ കല്ലുകൾ കൊണ്ടാണ് ഈ അയർലൻഡിലെ ഈ രാക്ഷസൻ ഈ പാലം ഉണ്ടാക്കി സ്കോട്ട്ലാൻഡിലേക്ക് ഒരു പാലം ഉണ്ടാക്കിയത്. നമ്മുടെ സ്കോട്ട്ലാൻഡിലെ രാക്ഷസനെ വെല്ലുവിളിച്ചുകൊണ്ട് പുള്ളി അങ്ങോട്ട് പോയ പാലം ഇവിടെയാണ്. എല്ലാം പോയി. പുള്ളി തിരിച്ചോടിയ സമയത്ത് നഷ്ടപ്പെട്ടു എന്നാണ്, കല്ലുകളെല്ലാം വെള്ളത്തിലേക്ക് പോയി നഷ്ടപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്.
നമ്മളെ പൊക്കത്തിനേക്കാൾ കൂടുതലുള്ള ഹൈറ്റാണ് ഇതിനുള്ളത്, ഈ കല്ലിനുള്ളത്. സിലിണ്ടർ ഷേപ്പിലോ അല്ലെങ്കിൽ ക്യൂബിക്കൽ ഷേപ്പിലോ ഒക്കെയാണ് ഇത് കല്ലുകളുള്ളത്. സിലിണ്ടർ ഷേപ്പിലും ഉണ്ട്, ക്യൂബിക്കൽ ഷേപ്പിലുള്ള പല കല്ലുകളുണ്ട്. ഇത്ര വലിയ കല്ലുകളാണ്. സൂപ്പർ വൈബാണ്. അപ്പം വരാത്തവർ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കണം, വരണം. ഇപ്പം സമ്മറൊക്കെ കഴിയാറായി. ഇപ്പം വരാനുള്ളവർ പെട്ടെന്ന് തന്നെ വരിക. വിന്ററൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ അടുക്കാൻ പറ്റില്ല, അതുപോലെ തണുപ്പായിരിക്കും. അതുവഴി നടക്കാനുള്ള വഴിയുണ്ട്. അതുവഴി ഒരു വഴി പോകുന്നുണ്ട്. അതുവഴി നടന്ന് ആ മലയുടെ മണ്ടയ്ക്ക് നമുക്ക് പോവാം. ആ മണ്ടയ്ക്ക് പോയാൽ നല്ല വൈബാണ്. സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമായിരിക്കും. നടക്കുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും അവസാനം ഞങ്ങൾ നടക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം ഇത് നടന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ, അതിൻ്റെ ആ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് നമ്മൾ നടന്ന് ഇതൊന്നും കണ്ടില്ല എന്നൊരു വിഷമം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എത്ര ദൂരം നടക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. മഴ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് നമുക്കൊരു അത്യാവശ്യം ഒരു ആശ്വാസമുണ്ട്. ആൾക്കാരൊക്കെ കണ്ടോ, ആൾക്കാരൊക്കെ ഒരു കുഴപ്പമില്ല. എല്ലാവരും സായിപ്പുമാരും മതാമാരും എല്ലാം നടന്ന് കയറുകയാണ്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ രാക്ഷസൻ സ്കോട്ട്ലാൻഡ് വരെ പോയിട്ട്, അയർലൻഡിലെ രാക്ഷസൻ സ്കോട്ട്ലാൻഡ് വരെ പോയിട്ട് നമ്മുടെ സ്കോട്ട്ലാൻഡിലെ രാക്ഷസനെ കണ്ടിട്ട് പേടിച്ച് തിരിച്ചു വരുമ്പോൾ പുള്ളിയുടെ കാലേ നൂറിപ്പോയ ഷൂസാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കാണുന്ന ഒരു ഷൂസിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം ഇതാണ് പുള്ളിയുടെ ഷൂസ് എന്നാണ് വിശ്വസിക്കുന്നത്. ആൾക്കാരൊക്കെ കയറി വരുന്നത് കണ്ടോ, ആൾക്കാരൊക്കെ കയറി വരുന്നത് കാണാം. നമ്മൾ എത്ര ദൂരം നടക്കുമെന്ന് അറിയത്തില്ല, എന്നാലും കുറച്ച് നല്ല ദൂരം നമ്മൾ നടന്നിട്ടുണ്ട്. പിള്ളേരുണ്ട് കൂടെ, അപ്പം അവര് ടയേർഡായി. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ വെച്ചത് ഇവിടം വരെയാണ്. അറ്റ്ലീസ്റ്റ് ഇവിടം വരെ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക അവിടെ കിടക്കുന്ന കടലിൻ്റെ അവിടെ കിടക്കുന്ന അതേ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലാണ് കാണാൻ പറ്റുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ഈ ജൈൻറ്റ് ഇവിടെ നിന്നാന്ന് തോന്നി ഈ കല്ലെല്ലാം പറിച്ച് കടലിലേക്ക് എറിഞ്ഞ് പാലം ഉണ്ടാക്കിയത്. അതിൻ്റെ ബാക്കിയാന്ന് തോന്നി എനിക്കിന്. ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. ഉണ്ടല്ലേ, കാണാൻ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇതാണ്ടോ, ഇതാണ് വ്യൂ. സൂപ്പർ വ്യൂ. പുറത്തോട്ട് നോക്കി, അടിപൊളി വ്യൂ. നമ്മളങ്ങനെ ഈ മലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. നടന്ന് വരാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്ന് നമ്മളെത്തി. അപ്പോൾ ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർണ്ണിക്കാൻ പറ്റില്ല. നിങ്ങളെ ഞാൻ വീഡിയോ കാണിക്കാം. ഈ മലയുടെ എൻഡാണിത്. ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ജെയിൻസ് കോസ്വേയിൽ കാണാനായിട്ടുള്ളത്. നിങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്, ഈ തിരിച്ച് കുന്ന് ഇറങ്ങുകയാണ്. അപ്പം നല്ല ഇറക്കമാണ്. ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു. കയറാൻ പാടാണെങ്കിൽ ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു.
എന്തായാലും നിങ്ങൾ UK അയർലൻഡിലുള്ളവർ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ്. സന്ദർശിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.